തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കന്നിയംഗത്തിൽ ടി.വി.കെ നേടിയത് 108 സീറ്റാണ്. ഇതിൽ വിജയ് ജയിച്ച 2 സീറ്റുകളും ഉൾപ്പെടും. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും സർക്കാർ രൂപവൽക്കരിക്കാനുള്ള കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ ഇനിയും വേണം 11 എം.എൽ.എമാരുടെ പിന്തുണ. വിജയ് ഒരു മണ്ഡലം ഒഴിയുന്നതോടെ ടി.വി.കെയുടെ അംഗസംഖ്യ 107 ആകും. അതുകൊണ്ടാണ് 11 അംഗങ്ങളുടെ പിന്തുണ വേണ്ടി വന്നത്. 234 അംഗ നിയമസഭയിലെ മാജിക് നമ്പറായ 118 തികയ്ക്കാൻ വിജയും ടി.വി.കെയും എന്ത് ചെയ്യുമെന്നാണ് തമിഴക രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. നിലവിൽ DMK-യുമായി സഖ്യത്തിലുള്ള കോൺഗ്രസ്, CPI, CPM, VCK തുടങ്ങിയ പാർട്ടികളുടെ പിന്തുണ തങ്ങൾക്ക് ലഭിച്ചേക്കുമെന്നാണ് ടി.വി.കെയുടെ ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന. കോൺഗ്രസ് ഇക്കുറി 5 സീറ്റിലാണ് വിജയിച്ചത്. CPM, CPI, VCK എന്നീ പാർട്ടികൾ ജയിച്ചതാകട്ടെ 2 സീറ്റുകളിൽ വീതമാണ്. ഈ 4 പാർട്ടികൾ ചേർന്നാൽ മാജിക് നമ്പറിൽ എത്തുമെന്ന് ഉറപ്പാണ്. DMK ചെന്നൈയിൽ വിളിച്ച യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന കോൺഗ്രസ് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2006-ൽ കേവല ഭൂരിപക്ഷമില്ലാതിരുന്ന DMK സർക്കാർ പുറമേ നിന്നുള്ള പിന്തുണയോടെ ഭരിച്ച സാഹചര്യത്തിന് സമാനമാണ് ഇപ്പോഴത്തേതെന്ന് ടി.വി.കെയുടെ ഒരു മുതിർന്ന നേതാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. DMK സഖ്യത്തിൽ നിന്നുള്ള പാർട്ടികൾ ടി.വി.കെയെ പിന്തുണയ്ക്കുന്ന പക്ഷം സഖ്യത്തിൽ വിള്ളലുണ്ടാകുമെന്നതും ഉറപ്പാണ്. ടി.വി.കെക്ക് മുന്നിലുള്ള മറ്റൊരു സാധ്യത ADMK നേതൃത്വം നൽകുന്ന മുന്നണിയിലെ പട്ടാളി മക്കൾ കക്ഷിയുടെ പിന്തുണ സ്വീകരിക്കുക എന്നതാണ്. 4 സീറ്റുകളാണ് ഇവരുടെ സമ്പാദ്യം. അതേസമയം ADMK-യുമായി എന്തെങ്കിലും വിധത്തിൽ നേരിട്ടുള്ള സഖ്യത്തിന് വിജയ് മുതിരാനുള്ള സാധ്യത വിരളമാണ്. കാരണം അവരുടെ BJP ബാന്ധവം വിജയ്ക്ക് ദഹിക്കുന്നില്ല. ടി.വി.കെയുടെ ആശയപരമായ എതിരാളി എന്നാണ് വിജയ് BJP-യെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ BJP-യുമായി സഖ്യത്തിലുള്ള AIDMK-യുമായി കൈകോർക്കാൻ വിജയ് തയ്യാറാകില്ല. ഇവിടെ നിർണായക റോൾ എടുക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി. നേരത്തെ DMK സഖ്യത്തിലാണ് കോൺഗ്രസ് എങ്കിലും സീറ്റ് വിഭജനത്തെ ചൊല്ലിയും ഭരണ പങ്കാളിത്തത്തെ ചൊല്ലിയും ഇരു പാർട്ടികളും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. 35 സീറ്റുകൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടപ്പോൾ 19 സീറ്റുകൾ മാത്രമേ നൽകൂ എന്ന നിലപാടിലാണ് DMK നിന്നത്. ഈ ഗ്യാപ്പിൽ കോൺഗ്രസിനെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ് ടി.വി.കെ വിശ്വസിച്ചത്. നേരത്തെ വിജയ് കോൺഗ്രസിനെ ക്ഷണിച്ചിരുന്നു. കോൺഗ്രസിന് 60 സീറ്റുകളും ഭരണത്തിൽ പങ്കാളിത്തവും വാഗ്ദാനം ചെയ്തതായി സൂചനകൾ പുറത്തു വന്നിരുന്നു. BJP-യും ADMK-യും നൽകിയ വമ്പൻ ഓഫറുകൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വിജയ് തമിഴ്നാട് കോൺഗ്രസിന് കൈകൊടുക്കാൻ തീരുമാനിച്ചത്. കോൺഗ്രസ് നേതാവും ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് അധ്യക്ഷനുമായ പ്രവീൺ ചക്രവർത്തിയാണ് ഇവിടെ ഇടനിലക്കാരനായി നിന്നത്. തമിഴ്നാട്ടിൽ നേരിട്ടെത്തിയ പ്രവീൺ ചക്രവർത്തിയുമായി ടി.വി.കെ നേതാവ് വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിജയുടെ ചെന്നൈ പട്ടിണംപാക്കത്തെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. രാഹുൽ ഗാന്ധിയുമായി അടുപ്പമുള്ള പ്രവീൺ ചക്രവർത്തി വിജയെ കണ്ടത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം രൂപീകരിക്കാനുള്ള സാധ്യത തേടിയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി നേരത്തെയും വിജയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന്റെ ബാക്കിയായി നടന്ന ചർച്ചകളാണ് ഇപ്പോൾ വിജയത്തിലെത്തിക്കാൻ വിജയ്ക്ക് സാധിച്ചത്. വരുന്ന ചൊവ്വാഴ്ച പാർട്ടി നിയമസഭാ കക്ഷി യോഗം വിജയിനെ നേതാവായി തെരഞ്ഞെടുക്കും. ടി.വി.കെയുമായി ചേരാൻ നേരത്തെ തന്നെ ശ്രമം നടത്തിയിരുന്ന സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം സഖ്യത്തിന് അനുമതി തേടി പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കത്തയച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വിജയുമായും മുഖ്യമന്ത്രി M.K. സ്റ്റാലിനുമായും രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിക്കുകയും ചെയ്തത് തുടർ നീക്കങ്ങളുടെ ഭാഗമാണ്.